വാലൈക്കും സ്ലാം അഷ്റഫേ. ഇതിപ്പോ ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയണമെന്ന് ചോദിച്ചാൽ, ഇത് കാസിമി പറഞ്ഞതുകൊണ്ട് അയാളോട് മറുപടി പറയണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അയാൾ പല സമയത്തും പലതും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഒരു വിഷയം സംസാരിച്ചത് അതൊരു കൃത്യമായ അജണ്ടയുടെ പുറത്താണ്. അത് അയാളുടേതല്ല, അതിന് പിന്നിൽ വേറെ പലരും ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. നിലവിൽ ഹാദിയയുടെ തആവുൻ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പരിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകൾ അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിനു മുമ്പ് 1-2 ദിവസം മുമ്പ് അദ്ദേഹം ബീഹാറിൽ പോയിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നതിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ മറ്റ് അന്യമതസ്ഥർ പോലും, ഇസ്ലാമിക വിരുദ്ധരായ, ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ പോലും പറയാത്ത രീതിയിലുള്ള സംസാരങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വില പോയില്ല. ഇന്നലെ വാട്സപ്പിലൂടെ ഷജറ ഫാക്ടറിയിൽ നിന്ന് ഫേക്ക് വാട്സപ്പ് നമ്പറുകളിൽ നിന്ന് ഒരു വ്യാജ മെസ്സേജ് കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. തആവുന് വേണ്ടിയിട്ട് ഉദവികൾ കളവ് പറഞ്ഞിട്ടാണ് പിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാവരും കണ്ടതാണ്, കുറേ ആളുകളൊക്കെ കണ്ടതാണ്. സത്യാവസ്ഥ നമുക്കൊക്കെ അറിയാം. ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ പഠന ചെലവിലേക്ക് 500 രൂപയും ഒരു മദ്രസയുടെ ചെലവിലേക്ക് 20,000 രൂപയും ഒരു ഗ്രാമത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ 50,000 രൂപയൊക്കെയാണ് ഹാദിയ തആവുൻ പദ്ധതിയിലേക്ക് വാങ്ങുന്നത്, ഉത്തരേന്ത്യയിലെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇവർ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഹാദിയല്ല, അവിടെ ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത് ഹാദിയല്ല, അല്ലെങ്കിൽ 20,000 രൂപ കൊണ്ട് മദ്രസ ഉണ്ടാക്കലും അവിടുത്തെ ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കലും പുസ്തകം കൊടുക്കലും അവിടെ കോർഡിനേറ്റ് ചെയ്ത് നടക്കുന്ന റേഞ്ച് കോർഡിനേറ്റർമാർക്കുള്ള പൈസ കൊടുക്കലും ഇതൊക്കെ പാടെ നടക്കും തോന്നുന്നുണ്ടോ? ഇത് ഉദവികൾ എവിടെയും പറയാത്ത കാര്യങ്ങൾ വെറുതെ ഇട്ടലക്കുക, അതും വില പോയില്ല. അതിൻ്റെ ബാക്കിയാണ് ഹാസിമി ഇന്നലെ പറഞ്ഞത്. അയാൾക്ക് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം അയാൾ വിഭ്രാന്തി മൂത്തിട്ട് സൈക്കോസിസിൻ്റെ പല ടൈപ്പാണ് അയാളെ ലൈഫിൽ പലപ്പോഴും വരിക. ഇന്ന് പറയുന്നതാവില്ല, നാളെ പറയാം. ഇന്നലെ പറഞ്ഞ വേറെ ആയിരിക്കും, മിനിഞ്ഞാന്ന് വേറെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് മറ്റു പലരും വന്നിട്ട് ഊതിക്കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കണ വർത്താനം ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മഹമ്മൂദ് കുരിയയുടെ ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. KLF-ൻ്റെ പരിപാടിയിലേറ്റുള്ള ഒരു ടോക്കാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിൻ്റെ ചർച്ചയൊക്കെ ഇവിടെ കേരളത്തിൽ നടന്നു പോയതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിൽ, ഈ ഉദവികളുടെ ഇടയിലും ദാറുലുദയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഇടയിലൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ ചർച്ചയാണ്. അതിൻ്റെ പല കാര്യങ്ങളും എന്താണ്, മഹമ്മൂദിൻ്റെ വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇടയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പോയ, അതിലെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ തിരുത്തുക അടക്കം ചെയ്ത കാര്യങ്ങളാണ്. അത് ഇത്ര കാലം പറയാത്ത ഈ മനുഷ്യൻ ഇന്നലെ വന്നിട്ട് പറഞ്ഞത് എന്തിനാന്നുള്ളത്, അതും റമദാനിൽ. പ്രത്യേകിച്ച് ഇപ്പം എന്തെങ്കിലുമൊക്കെ മഹമ്മൂദ് കുരിയ ഇന്നലെയോ മിനിയാന്നോ വന്നിട്ട് പറഞ്ഞതാണെങ്കിലും ഒക്കെ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വന്നിട്ട് കൊണ്ടുവന്നിരുന്നത് എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എങ്ങനെയെങ്കിലും ഉത്തരേന്ത്യയിൽ ആദ്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു ലാഭേച്ഛയും ഇല്ലാതെ നടത്തുന്നൊരു പരിപാടിയാണ്. വർഷങ്ങളോളായിട്ട് അതവിടെ പോയി കണ്ടു കഴിഞ്ഞ സംസ്ഥാന നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അതല്ലാത്ത സാധാരണക്കാരായ ആളുകൾ വരെ നേരിട്ട് ദർശിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നതാണ്. അവിടെ എങ്ങനെയാണ് ഓരോരുത്തർ, നമ്മൾ കുറേ സുഹൃത്തുക്കൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, ഓരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നതെന്നുള്ളതും എത്ര സാലറിയാണ് അവർക്ക് കിട്ടുന്നതെന്നുള്ളതൊക്കെ നമുക്കറിയാം. 40,000 50,000 രൂപയൊക്കെ സാലറി വാങ്ങാൻ ഉദവികൾ ആളുകളെടുത്തു നിന്ന് പണം പിരിക്കുകയാണ്. സത്യത്തിൽ അവിടെ നിൽക്കുന്ന ഉദവികൾ എത്രയാണ് സാലറി വാങ്ങുന്നത് എന്നുള്ളത്, കേരളത്തിലൊരു ഉദവി ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സാലറി അവിടെയും കിട്ടുന്നുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും കിട്ടുന്നില്ല. അത് ഉണ്ട് തെളിയിക്കാൻ ഈ ആളുകളെ വെല്ലുവിളിക്കുകയാണ്. ഇവർ 500 രൂപ അല്ലെങ്കിൽ 20,000 രൂപേൻ്റെ ഒരു മദ്രസ വാങ്ങിയിട്ട് ആൾക്കാരെ നമ്മൾ പറ്റിക്കുകയാണ്, ഉദവികളെല്ലാവരും പാടെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഉദവികളുടെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന ഉദവികളുണ്ട്. 50,000 60,000 70,000 വാങ്ങുന്ന വളരെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഉദവികളെ എനിക്കറിയാം. ഇവരുടെയൊക്കെ കൂടെ പഠിച്ച ആൾക്കാരാണ് ഈ 20,000-ൽ കുറഞ്ഞ പൈസക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും, കാലാവസ്ഥ ഒരു നിലക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാലാവസ്ഥ, അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികൾ, ഉദവികൾ വരെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്.
ഈ ആളുകൾ അവിടെ പോയിട്ട് പിന്നെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വീട്ടിൽ നിന്ന് പരാധീനതകളും മറ്റൊക്കെ വന്നിട്ടാണ് പല ആളുകളും ആ ജോലി ഉപേക്ഷിച്ചിട്ടും മറ്റൊക്കെ വരുന്നത് പോലും. അങ്ങനത്തെ ആ ഒരു സിസ്റ്റത്തിനെ കൊണ്ട് നടക്കുന്ന, ഞാനൊന്നും ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഉത്തരേന്ത്യയിലോ പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത ആളൊന്നുമല്ല, പക്ഷേ നമ്മളെ ഉസ്താദുമാർ ഉദവികളായ ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനെ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇയാൾ ഈ പറഞ്ഞു വരുന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞ എന്താ, ഡോക്ടർ മഹമ്മൂദ് കൂരിയയുടെ ആ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗത്തിട്ട് ഇങ്ങനെ MES പറഞ്ഞിട്ടില്ല, വഹാബികൾ പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല, ഇവർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഫിരിയത്ത് അങ്ങോട്ട് ആരോപിക്കുക, അങ്ങോട്ട് ദാറുള്ളത് മൊത്തം കുഫറിലേക്ക് ആളുകളെ നയിക്കുന്നതാണ് എന്നങ്ങോട്ട് പറഞ്ഞു വെക്കുക. എന്തൊക്കെ അജണ്ടകൾ എന്നല്ലാതെ ഇതൊക്കെ ഒരൊറ്റ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അതൊക്കെ ഓരോ സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സിലും മുള പൊട്ടും, അയാളെ കുറച്ച് ശുങ്കിടികളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടും, അങ്ങനെ വിതരണം ചെയ്യപ്പെട്ട് പിന്നെ എന്തും വിളിച്ചു പറയാൻ ഒരു ലക്കും ലഗാനും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇയാളെ ഉപയോഗപ്പെടുത്തും. അയാൾ തന്നെ ഇപ്പം അടുത്ത് വന്ന് പറഞ്ഞല്ലോ, എലക്ഷൻ്റെ സമയത്ത് സമദാനി സാഹിബിനെതിരെ PT മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു. അയാൾ ഈ അടുത്ത് നടന്ന പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുന്നികളെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്തുക. സമസ്തൻ്റെ പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞത് വർഷങ്ങളോളം സിമെൻറ്റും കല്ലും നോക്കി നടക്കുകയായിരുന്നു. മുജാഹിദുകാരാണ് ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നത്. മുജാഹിദുകൾ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ആക്കേണ്ടത് ആർക്കാണ് മൂപ്പര് ഇവിടെ ഇതുണ്ടാക്കുന്നത്, വളർച്ച ഉണ്ടാക്കുന്നത് ആർക്കാണ്? വഹാബിയത്തിനെ എതിർക്കുക എന്നും പറഞ്ഞിട്ട് വഹാബികളെ വെള്ള പൂശി സുന്നികളായ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും തമ്മിലടുപ്പിക്കാനും എന്നിട്ട് തൊള്ളെ തോന്നിയ വിളിച്ചു പറയാം. അയാൾ പിന്നെ ഒരു എന്താ, അയാളെ നമുക്ക് വിട്ടുപോവാം, മുക്കല്ലത്തല്ലാത്തൊരു മനുഷ്യനായിട്ട് ഞാൻ അയാളെ കാണുന്നുള്ളൂ. പക്ഷെ അയാളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ നടക്കുന്ന ഈ ഒരു ശൈലി, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്മയെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ കാര്യം. നന്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നന്മ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കുക, ഫിത്തിന പരത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലുള്ള സാധനമാണ്. അതിന് ഈ പാവപ്പെട്ട സംഘടനാ പ്രവർത്തകന്മാരെ ചൂഷണം ചെയ്യുക, സംഘടനൻ്റെ പേരിൽ വ്യാജ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ഈ വിഷം കുത്തിവെച്ചിട്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഇവർ നല്ല നിലയ്ക്ക് ഈ പറഞ്ഞു നടക്കുന്ന ആളുകൾ സമുദായത്തിന് ചെയ്ത എന്തെങ്കിലും സേവനങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റും? സമുദായത്തിന് ചെയ്ത ഈ സ്റ്റേജിൽ കയറിയിട്ട് മറ്റുള്ള ആളുകളെ ആക്ഷേപിക്കുന്നതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഈ പറയപ്പെടുന്ന ഈ കാസിമി, മൂത്തേടൻ കാസിമി, അയാൾ മുമ്പത്തെ പ്രസംഗങ്ങളിലൊക്കെ ഇബ്രാഹിം നബിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് ആരാടോ ഇബ്രാഹിം, നിങ്ങൾ വലിയ കോജായിട്ട് തലയിലേച്ച് നടക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു പ്രവാചകനെ അത്രമേൽ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ ഇത് ഇസ്ലാമിക വിരുദ്ധരായ ജബ്ബാർ മാഷ് പറഞ്ഞിട്ടുണ്ടോ? ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ടോ? MES പറഞ്ഞിട്ടുണ്ടോ? വഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട വരെ പോലും പറയാത്ത വാക്കുകളല്ലേ അത്? ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇപ്പോൾ വന്നിട്ട് ഉദവികൾക്കും ദാറുലുദക്കും കുഫ്രിയത്ത് ആരോപിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത്. അയാൾക്ക് മറുപടി പറയല്ല, പക്ഷേ ഈ അജണ്ടയുമായി കൊണ്ടുവരുന്ന ആളുകളുടെ അവരുടെ മനസ്സിനുള്ളിലുള്ള എന്താണ്? ഇതിൻ്റെ ഭാഗമാണോ? ബീഹാറിൽ പോയിട്ട് അവിടെ സ്ഥാപനം തുടങ്ങി അവിടുത്തെ ആൾക്കാർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കലല്ല ഇസ്ലാം. എന്താണ് പിന്നെ ഇസ്ലാം? എന്താണ് ഇസ്ലാം? ദഅവത്ത് എന്ന് പറഞ്ഞ സാധനം എന്താണ്? സ്റ്റേജിൽ കയറിയിട്ട് എല്ലാവരും വഹാബികളും കാഫിറും മുർത്തദ്വാക്കി മാറ്റലാണോ ഇസ്ലാം? ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം പിന്നിൽ നിൽക്കുന്ന, ദീൻ എന്താണെന്നറിയാത്ത ആളുകൾക്ക് ഒരു നാട്ടിൽ പോയിട്ട് ദീനിനെ ശക്തിപ്പെടുത്തുന്നതല്ല ഇസ്ലാം. അതല്ലാതെ പിന്നെ എന്താണ് ഇസ്ലാം? പിന്നെന്താണ് ദഅവത്ത്? ഇങ്ങനെ വളരെ മോശമായ തലത്തിലൂടെ കാര്യങ്ങളെ കൊണ്ട് നടക്കുക. അത് ഇയാൾ മാത്രമല്ല, ഇതിന് പ്രചാരണം കൊടുക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം. ഇസ്തിഖാമ എന്നൊക്കെ പറഞ്ഞ് ആദർശ വിശുദ്ധിയുടെ, ആദർശ ധീരതയുടെ ഒക്കെ പര്യായങ്ങളായി പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വേഷം കെട്ടിയാടുന്ന
ചില ആളുകൾ അവരെന്നെയാണ് ഇത്തരം പ്രഭാഷണങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതും ആളുകളുടെ ഇടയിലേക്ക് ഫിത്തനയായിട്ട് ഇതിനൊക്കെ കെട്ടിയിറക്കുന്നതും. ഇതിനിങ്ങനെ മറുപടി പറയണം ദാറുലുദ, ഇതിന് മറുപടി പറയണം ഹാദിയ, ഇതിന് മറുപടി പറയണം ഉദവികൾ. ഒരു ഉദവിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തന്നെ എന്തിനാണ് ദാറുലുദ ഇതിന് മറുപടി പറയേണ്ട ആവശ്യം? ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി എന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇവർ പലതവണ പറഞ്ഞല്ലോ, അയാൾ ജമാഅത്ത് ഇസ്ലാമിയാണ്, അയാൾ വഹാബിയാണെന്ന്. അദ്ദേഹം വഹാബിയാണെങ്കിൽ എന്തുകൊണ്ട് ഇവരാരും പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വഹാബിസം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരാത്തത്? അദ്ദേഹം വഹാബിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആണെങ്കിൽ അങ്ങനെ പല ആളുകൾ, ഇപ്പൊ ഫൈസിമാരായ പല ആളുകളിൽ ഇവരങ്ങനെ ഒരു എതിർപക്ഷത്ത് നിർത്തുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിനെതിരാണെന്ന് പറയുന്നുണ്ട്. ഇതേ ആളുകൾ പറയുന്ന അവരുടെ വാദം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നേ വരെ ഓസ്ഫോജനോട് ലെറ്റർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർ സമരം ചെയ്തിട്ടുണ്ടോ? പ്രഭാഷണം നടത്തിയിട്ടുണ്ടോ? നമ്മളാരും കണ്ടിട്ടില്ല. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ആലിക്കുട്ടി സാദിന് മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉദവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ദാറുലുദ മറുപടി പറയണം, ആദ്യം മറുപടി പറയണം. ഈ ഡോക്ടർ മഹമ്മൂദ് കൂരിയ എന്ന് പറയുന്ന വ്യക്തി ദാറുലുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ദാറുലുദയിൽ 12 വർഷമാണ് പഠിച്ചത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ പഠനങ്ങൾ അതിനേക്കാളും എത്രയോ വർഷങ്ങളുടെ പഠനമാണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയിട്ടും അവിടെ അധ്യാപനം നടത്തിയിട്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യനാണ്. പലതരത്തിലുള്ള മെത്തഡോളജി, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഐഡിയോളജി ഒക്കെ ഈ പല രീതിയിലുള്ള കാര്യങ്ങളെ പഠിക്കാനും അതിനൊക്കെ അവസരം കിട്ടിയ മനുഷ്യനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ദാറുലുദ മറുപടി പറയണം. എന്നാൽ നമുക്ക് പറഞ്ഞുകൂടെ അദ്ദേഹം 5ാം ക്ലാസ് വരെ സമസ്ത മദ്രസയിലാണ് പഠിച്ചത്, എന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ അതൊന്നുമില്ല. ഇങ്ങനെ ഈ സംവിധാനങ്ങളെ പൊളിക്കുക എന്നല്ലാതെ മഹമ്മൂദ് കൂരിയയോടുള്ള ദേഷ്യം തീർക്കലൊന്നും അല്ലത്. മഹമ്മൂദ് കൂരിയയെ മുസ്ലിമാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശരീഅത്ത് പഠിപ്പിച്ചു കൊടുക്കാനോ ഉള്ള ലക്ഷ്യമൊന്നും അല്ലത്. അതൊക്കെ വെറും ഒരു മറയാണ്. അവർക്ക് നേരിടേണ്ടത് ആരെയാണ്? പാണക്കാട് കുടുംബത്തെയും മുസ്ലിം ലീഗിനെയൊക്കെ പിൻപറ്റിയിട്ട് ഇവിടെ പോരുന്ന ഒരു സംഘ ബോധത്തോടു കൂടി ജീവിക്കുന്ന ഈ മനുഷ്യരുടെ ഇടയിൽ ഇല്ലാത്ത ഫിത്തന ഉണ്ടാക്കിയിട്ട് അതിനങ്ങോട്ട് വ്യാപിപ്പിക്കണം. എൻ്റെ വോയിസ് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഏതായാലും ഇത്ര എനിക്കിതിൽ പറയാനുള്ളൂ. ആ ഒരു മുത്തേടൻ കാസിമിക്ക് മറുപടി പറയാൻ തൽക്കാലം ഞാൻ ഒരുങ്ങുന്നില്ല. അയാൾ മുക്കല്ലഫല്ലാത്തൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. അസ്സലാമു അലൈക്കും.